അനേക സംവത്സരങ്ങളിലെ പ്രയത്നം കൊണ്ട് ഒരിക്കലും സാധിക്കാൻ കഴിയാത്തത് ദൈവത്തിൻ്റെ പ്രസാദത്തിൻ്റെ ഒരു സ്പർശനത്തിൽ സാധിച്ചെടുക്കാൻ കഴിയും. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഇത് രാവിലെ പറയുന്ന എപ്പോഴും നല്ലതാണ്. ഇത് എന്ത് എല്ലാ ദിവസവും ഇങ്ങനെ പറയുന്നതെന്ന് ചിന്തിക്കും, പക്ഷെ അതെപ്പോഴും പറയുന്നതല്ല. ഞാൻ സാധാരണ വാഹനം ഓടിക്കുന്ന സമയത്ത്, ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത്, ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലി അടുക്കളയിലോ മറ്റ് വീട്ടിലോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഓഫീസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ചുമ്മാ പറയും, ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്, ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീയാണ്, ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാര്യയാണ്, ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു അമ്മയാണ്, ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഇന്ന ആളുകളാണ് എന്നൊക്കെ ഞാനിങ്ങനെ വെറുതെ പറയാൻ തുടങ്ങും. കാരണം നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. മരണവും ജീവനും നമ്മുടെ നാവിൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ് ഇരിക്കുന്നത്. ആ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിലൂടെ ജീവൻ്റെ വാക്കുകളാണ് നമ്മൾ പറയുന്നെങ്കിൽ, അധികാരത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ പറയുന്നെങ്കിൽ, അഭിഷേകത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ പറയുന്നെങ്കിൽ, അനുഗ്രഹത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ പറയുന്നെങ്കിൽ, ഈ എന്താണോ പറയുന്നത് അത് തന്നെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. കാരണം ഒരു മാങ്ങയുടെ വിത്ത് ഇട്ട് കഴിഞ്ഞാൽ മാങ്ങ തന്നെ ഉണ്ടാകുന്നു, ഒരു നെല്ലിൻ്റെ വിത്തിട്ടാൽ നെല്ല് തന്നെ ഉണ്ടാകുന്നു എന്ന് പറയുന്ന പോലെ അഭിഷേകത്തിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ അഭിഷേകമായിട്ട് അത് വരും. അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ അനുഗ്രഹമായിട്ട് തന്നെ അത് പുറത്തു വരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അനുഗ്രഹത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ, അധികാരത്തിൻ്റെ, നന്മയുടെ, പ്രത്യാശയുടെ വാക്കുകൾ ഉപയോഗിക്കുക. അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു ഞാൻ ഒത്തിരി പ്രസംഗിച്ച് അങ്ങ് പോയെന്ന് തോന്നുന്നു. ഇന്നത്തെ നമ്മുടെ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കീ സ്പോൺസറാണ് USA നിന്ന് ലീസ ഫിലിപ്പാണ്. താങ്ക് യു സിസ്റ്റർ ലീസ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് മകൾ ആര്യയുടെ 11ാമത്തെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, അതുപോലെ എല്ലാ നന്മകൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അടുത്ത അധ്യയന വർഷം കൂടുതൽ ദൈവിക സംരക്ഷണത്തോടും അനുഗ്രഹത്തോടും നല്ല സുഹൃത്തുക്കളോടും നല്ല അധ്യാപകരോടും കൂടെ ചേർന്ന് കർത്താവെ തൻ്റെ പഠനം നടത്തുവാൻ കൃപ നൽകണമേ. തൈറോയ്ഡ് സംബന്ധമായ എല്ലാ അവസ്ഥകളും സൗഖ്യമാകട്ടെ. സഹോദരി ഐറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ താൻ നിറയട്ടെ. കുടുംബത്തിൽ പരസ്പര സമാധാനവും ധാരണയും ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മകൾ ആ ഭവനത്തിനകത്ത് നിറഞ്ഞ് വരട്ടെ എന്ന് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമേൻ അമേൻ. ഇന്നാണ് നമ്മുടെ വർക്കലയിൽ നടക്കുന്ന നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ്. രാവിലെ 10 മണിക്ക് നടക്കുകയാണ്. വർഷ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുന്ന മീറ്റിങ്ങിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഞാൻ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ എല്ലാവരും അവിടെയുണ്ട്. ദയവായി കടന്നു വരിക. നാളെ രാവിലെ, അതായത് കോഴിക്കോട് രാവിലെ 10 മണിക്ക് നടക്കുന്ന മീറ്റിംഗ് ഡീറ്റെയിൽസ് എല്ലാം ഇപ്പോൾ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. കടന്നു വരിക. ഒരു വലിയ അനുഗ്രഹം പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുകയാണ്. ഏതുവിധമുള്ള പ്രശ്നമാണെങ്കിലും കടന്നു വരിക. ദൈവത്താൽ ഒരു അത്ഭുതം നടക്കുന്നത് ഞാൻ കാണുകയാണ്. നിങ്ങൾ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുന്നത് ഞാനിപ്പോൾ എൻ്റെ കണ്ണുകളിൽ ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതവിടെ അതുപോലെ സംഭവിക്കാനായിട്ട് പോകുകയാണ്. അടുത്ത ആഴ്ചയിൽ നമ്മുടെ 52 ഡേയ്സ് പ്രയറിൻ്റെ അതിശക്തമായ ആഴ്ചകളിലേക്ക്, അവസാന ലാപ്പിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറാണ്. 14, 15, 16 വെള്ളി, ശനി, ഞായർ ഈ 3 ദിവസങ്ങളായി നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഓഗസ്റ്റ് 15 നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ ഭരണകർത്താക്കൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട്, നമ്മുടെ ദേശത്തിൻ്റെ മറ്റു എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ദേശം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾക്ക് വേണ്ടിയിട്ട്, ദേശത്തിൽ വരേണ്ട നന്മകൾക്ക് വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ്. അതോടൊപ്പം നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങൾക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ് ഓഗസ്റ്റ് 15 രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ നടക്കുന്ന മീറ്റിംഗ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയർ രാവിലെയും വൈകിട്ടും ഒക്കെ സെഷൻസ് ഉണ്ട്. ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. കൊച്ചിയിലേക്ക് വരണം. എവിടെയാണെങ്കിലും ലീവ് എടുത്ത് കൊച്ചിയിലേക്ക് വരണം. ഒരു വലിയ അനുഗ്രഹം കർത്താവ് ചെയ്യാനായിട്ട് പോകുകയാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മുടെ എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ സഭകളിലും 10 മണിക്ക് ആരാധനയുണ്ട്. ദയവായി ഏതെങ്കിലും ഒരു ആരാധനയിൽ കടന്നു വന്ന് സംബന്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും നിങ്ങൾക്ക് ആരാധനയിൽ സംബന്ധിക്കാനായിട്ട് സാധിക്കുന്നതാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ഓഗസ്റ്റ് 8 ശനിയാഴ്ച. ഇന്നത്തെ ഫോക്കസ് വേർഡ് ഡിവൈൻ ഫേവർ. ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരുപക്ഷെ ലൈവായിട്ടായിരിക്കാം. ലൈവായി കാണുന്ന വിശ്വസ്തർക്കായി ദൈവത്തിന് നന്ദി. നിങ്ങളെല്ലാ ദിവസവും ലൈവായി കാണുന്നവരാണെങ്കിൽ ഒത്തിരി കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ചിലർക്കത് സാധ്യമല്ല, ജോലിയിലായിരിക്കാം, അല്ലെങ്കിൽ ടൈം ഡിഫറൻസ് കാണും. അങ്ങനെയുള്ളവർ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ റീപ്ലേ പിന്നീട്
എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം അബദ്ധത്താലായിരിക്കാം നിങ്ങളിത് വെറുതെ ക്ലിക്ക് ചെയ്തതായിരിക്കും, എങ്ങനെയോ പോപ്പപ്പ് ചെയ്തു വന്നു. നോ പ്രോബ്ലം, ഒരു വാരം ചെയ്യണം. ഇപ്പോൾ തന്നെ ഈ യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഡിവൈൻ ഫേവർ എന്ന് ടൈപ്പ് ചെയ്യുക. ദൈവപ്രസാദം, ദൈവിക പ്രസാദം, ദൈവപ്രസാദം, ദൈവത്തിൻ്റെ പ്രസാദം എങ്ങനെയാണോ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ഒന്ന് ടൈപ്പ് ചെയ്യുക. ഡിവൈൻ ഫേവർ, ദൈവപ്രസാദം ടൈപ്പ് ചെയ്യുക, ടൈപ്പ് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. ഇത് നിങ്ങളുടെ അറ്റൻഡൻസ് മാർക്കാണ്. ചരിത്രത്തിൽ നിങ്ങൾ ഈ എപ്പിസോഡ് കണ്ടു എന്നതിൻ്റെ ഒരു തെളിവായി ഞാനതിനെ കണക്കാക്കുകയാണ്. കൂടാതെ അല്പം കൂടി കടന്നു കഴിയാൻ ഞാൻ പറയാൻ പോകുന്നത്, പറഞ്ഞോട്ടെ, ഈ ഡിവൈൻ ഫേവറുമായി നിങ്ങളെ തന്നെ കണക്ട് ചെയ്യുകയാണ്. ഞാൻ ഒത്തിരി പ്രൊഫറ്റിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. ചിലത് വാ കൊണ്ട് പറയുകയും ചിലത് ചെയ്യുകയൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ. അതിൻ്റെ റിസൾട്ട് കാണാറുമുണ്ട്. അതുകൊണ്ട് അറിയാവുന്ന എല്ലാവരും ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾക്ക് പറ്റുന്ന ഭാഷയിൽ ടൈപ്പ് ചെയ്യുക ഡിവൈൻ ഫേവർ. ഇന്നത്തെ ഫോക്കസ് വേഴ്സ്, ഷുവർലി ലോർഡ് യു ബ്ലെസ് ദ റൈച്ചസ്, യു സറൗണ്ട് ദം വിത്ത് യുവർ ഫേവർ ആസ് വിത്ത് എ ഷീൽഡ്. സാം 5 വേഴ്സ് നമ്പർ 12. സങ്കീർത്തനം 5:12 ഇന്നത്തെ ഫോക്കസ് വേഴ്സ്. യഹോവേ, അവിടുന്ന് നീതിമാനെ അനുഗ്രഹിക്കും, പരിച കൊണ്ടെന്ന പോലെ അവിടുന്ന് ദയ കൊണ്ടവനെ മറയ്ക്കും. ഒരു പരിച പിടിച്ച് മറയ്ക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ദയ കൊണ്ട് അവനെ മറയ്ക്കും. ഒന്നുകൂടി വായിക്കാൻ ആഗ്രഹമുണ്ട്. ഇതൊക്കെ ഇംഗ്ലീഷിലോ മലയാളത്തിലുള്ള ഈ വേഴ്സ്, അതായത് സാം 5:12, സങ്കീർത്തനം 5:12 നിങ്ങളുടെ ബൈബിൾ ആപ്പിൽ നിന്ന് കോപ്പി ചെയ്ത് ഈ കമൻറ്റ് സെക്ഷനിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണേ. ഇതിലൂടെയൊക്കെ വചനത്തിൻ്റെ ഇൻട്രാക്ഷൻസും എല്ലാം കൂടി നടക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ ഡിവൈൻ ഫേവർ എല്ലാവരിലേക്കും അങ്ങ് സ്പ്രെഡാകട്ടെ. യഹോവേ, അവിടുന്ന് നീതിമാനെ അനുഗ്രഹിക്കും. ആരാണ് ഇന്നത്തെ പുതിയ നിയമത്തിലെ നീതിമാൻ? ആരാണ്? യേശുവിൽ വിശ്വസിക്കുന്ന ഏവരും നീതീകരിക്കപ്പെട്ടിരിക്കുന്ന നീതിമാനാണ്. പരിച കൊണ്ടെന്നതുപോലെ അവിടുന്ന് ദയ കൊണ്ട് അവനെ മറയ്ക്കും. അങ്ങനെയുള്ളവരെ ദൈവത്തിൻ്റെ ദയ അഥവാ ദൈവപ്രസാദം കൊണ്ട് ഷീൽഡ് കൊണ്ട് മറക്കുന്ന പോലെ മറയ്ക്കും. ഡെക്ലറേഷൻ, എക്സലൻസ് അട്രാക്ട്സ് ഫേവർ, ഗോഡ്സ് ഗ്രേസ് ഓപ്പൺസ് ഡോർസ് നോ മാൻ ക്യാൻ ഷട്ട് ടുഡേ. നമ്മുടെ ജീവിതത്തിലെ ഉത്കൃഷ്ടത പ്രസാദത്തെ ആകർഷിക്കുന്നു. ദൈവകൃപ ഒരു മനുഷ്യനും അടക്കാൻ പറ്റാത്തതുപോലെ വാതിലുകളെ തുറന്നു വയ്ക്കുന്നു. ഇന്നത്തെ ബൈബിൾ റീഡിംഗ് പ്ലാൻ ഈ ഡിവോഷണൽ ഡയറിയിൽ നോക്കി ദയവായി വായിച്ച് അത് ടിക്ക് ചെയ്യണം. ഓക്കെ, ഇനി ഡിവൈൻ ഫേവർ, ദൈവപ്രസാദത്തെക്കുറിച്ച് 4 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഒന്ന്, ഡിവൈൻ ഫേവർ ഈസ് ഗോഡ്സ് ഹാൻഡ് അപ്പോൺ ആൻ ഓർഡിനറി ലൈഫ്. ഒരു സാധാരണ ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം വരുന്നതാണ് ദൈവപ്രസാദം. വാവ്, എനിക്കിഷ്ടപ്പെട്ടു. സാധാരണ ഒരു ജീവിതം, എന്നാൽ ദൈവത്തിൻ്റെ കൈ ആ വ്യക്തിയുടെ മേൽ, ഒരു ആണാകാം പെണ്ണാകാം, ഒരാളുടെ മേൽ ദൈവത്തിൻ്റെ കൈ ഒന്ന് വന്നു. വാവ്, അതോടുകൂടെ ലൈഫ് മാറുകയാണ്. ഓർഡിനറി ലൈഫ് എക്സ്ട്രാ ഓർഡിനറി ലൈഫായി മാറുന്നു. ഫേവർ ഈസ് മോർ ദാൻ ഹ്യൂമൻ അപ്രൂവൽ. ഒരു മനുഷ്യൻ്റെ അംഗീകാരത്തേക്കാൾ അപ്പുറത്താണ് ദൈവത്തിൻ്റെ പ്രസാദം. ഇറ്റ് ഈസ് ഗോഡ് വർക്കിംഗ് ബിഹൈൻഡ് ദ സീൻസ്, അറേഞ്ചിങ് വാട്ട് വി കുഡ് നെവർ അറേഞ്ച് അവർസെൽവ്സ്. നമുക്കായി തന്നെ അറേഞ്ച് ചെയ്യാൻ കഴിയാത്തതിനപ്പുറത്ത്, എങ്ങനെ തന്നെ പറയേണ്ടത്, ബിഹൈൻഡ് ദ സീൻസ്, പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ആരും കാണാതെ ദൈവത്തിൻ്റെ അദൃശ്യകരങ്ങൾ പലതും ആ വ്യക്തിക്ക് അനുകൂലമായി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതാണ് ദൈവപ്രസാദം. മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്നതിനപ്പുറത്താണത്. അത് കണ്ടാൽ അറിയാം ഇയാളോടുകൂടെ ദൈവത്തിൻ്റെ പ്രസാദമുണ്ട്. മറ്റേയാൾ കഠിനാധ്വാനിയായിരിക്കാം, രാഷ്ട്രീയത്തിൽ പിടിപാട് കാണുമായിരിക്കാം, കാശുണ്ടാകുമായിരിക്കാം, എല്ലാം ഉണ്ട്. പക്ഷേ പലതും ആ വ്യക്തിക്കനുകൂലമെന്ന് തോന്നിയാലും വേറൊരാൾക്ക് ദൈവം അനുകൂലമാണെങ്കിൽ അയാൾക്കായിരിക്കും
ദൈവപ്രസാദം ലഭിച്ച ഭയങ്കരമായ ചേഞ്ചസ് വരാൻ തുടങ്ങുന്നത് ഈ യോസഫിൻ്റെ കഥ വായിക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നൊരു കാര്യമാണ്, ജോസഫ് ഫൗണ്ട് ഫേവർ. ഈ യോസഫിന് ഈ മനുഷ്യരുടെയും ദൈവത്തിൻ്റെ എല്ലാം ഇവിടെ ജയിലിൽ കിടക്കുമ്പോൾ പോലും യോസഫിന് ഒരു 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 ഫേവർ അവനോടുകൂടെ ഉണ്ടായിരുന്നു. എസ്തർ ഫൗണ്ട് ഫേവർ ഇൻ എ ഫോറിൻ പാലസ്. വിദേശ രാജ്യത്തൊരു രാജധാനിയിൽ രാജാവിൻ്റെ മുമ്പിൽ, അവരെ സംബന്ധിച്ചിടത്തോളം ഫോറിനറാണ് ഈ എസ്തർ എന്ന് പറയുന്ന പെൺകുട്ടി. എന്നാൽ ആ രാജാവിൻ്റെ പ്രസാദം എസ്തറിൻ്റെ മേൽ വന്നു. ജീസസ് ഗ്രൂ ഇൻ ഫേവർ വിത്ത് ഗോഡ് ആൻഡ് വിത്ത് പീപ്പിൾ. വളരെ വ്യക്തമായി യേശുവിൻ്റെ ജനനശേഷം ആ യേശു വളരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും ഫേവർ. ചില സ്ഥലത്ത് കൃപ എന്നൊക്കെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ശരിക്കും ഏറ്റവും നല്ല ഫേവറിൻ്റെ ട്രാൻസ്ലേഷൻ അനുകൂലത എന്നാണ്. ദൈവപ്രസാദം നമ്മൾ പറയുമെങ്കിലും അനുകൂലതയാണ് കുറേ കൂടെ സെൻസിബിളായിട്ടുള്ളൊരു വേർഡ്. മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും അനുകൂലതയിൽ വളർന്നു. അതിനുള്ള സപ്പോർട്ടീവായിട്ടുള്ള ചില വചനങ്ങൾ പറയാൻ പോവുക. കുറിച്ച് വെക്കുക, കമൻറ്റ് സെക്ഷൻ ടൈപ്പ് ചെയ്തിടണം. റെഫറൻസ് മാത്രം ഇടാം, അല്ലെങ്കിൽ കഴിവതും നിങ്ങളുടെ മൊബൈൽ ആപ്പിൽ നിന്ന് ഫുൾ ആ വചനം അങ്ങനെ തന്നെ എടുത്ത് കമൻറ്റ് സെക്ഷനിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വളരെ നന്നായിട്ട് ടൈപ്പ് ചെയ്യാൻ കഴിവുള്ളവരും നന്നായിട്ട് ടൈപ്പ് ചെയ്ത് കോപ്പി ചെയ്തിലേക്ക് ഇടാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കമൻറ്റ് സെക്ഷനിൻ്റെ ഫുൾ നോട്ട്സ് എല്ലാ ദിവസവും ഇട്ട് കൊടുക്കണം. Genesis 39 verse number 21. The Lord was with Joseph and showed him kindness, granting him favor. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, ദൈവം യോസഫിനോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവന് എവിടെ ചെന്നാലും അവന് എല്ലാവരുടെ ഒരു അനുകൂലത കിട്ടിയിരിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 2:52 ജീസസ് ഗ്രൂ ഇൻ വിസ്ഡം ആൻഡ് സ്റ്റാച്ചർ ആൻഡ് ഇൻ ഫേവർ വിത്ത് ഗോഡ് ആൻഡ് മാൻ. യേശു കർത്താവ് ജ്ഞാനത്തിലും അതുപോലെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും വളർന്നു എന്നൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്നത്. Proverbs 3 verses 3 and 4. സദൃശവാക്യങ്ങൾ 3-4 വചനങ്ങൾ. Then you will win favor with a good name in the sight of God and man. അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും ഒരു പ്രസാദവും ഒരു അനുകൂലതയും ലഭിക്കും എന്നവിടെ എഴുതിയിട്ടുണ്ട്. ഫേവർ ഈസ് ദ ഇൻവിസിബിൾ ഹാൻഡ് ഓഫ് ഗോഡ് പ്രൊഡ്യൂസിങ് വിസിബിൾ ഓപ്പർച്യൂണിറ്റീസ്. ദൈവത്തിൻ്റെ അദൃശ്യമായ കരങ്ങൾ ദൃശ്യമായ അവസരങ്ങളെ സൃഷ്ടിച്ചു കൊണ്ടുവരുന്നതാണ് ദൈവത്തിൻ്റെ പ്രസാദം അല്ലെങ്കിൽ അനുകൂലത. ഗോഡ് ഓഫ്റ്റൻ വർക്ക്സ് ബിഹൈൻഡ് ദ സീൻസ് ബിഫോർ വി സീ ദ റിസൾട്ട്സ്. പലപ്പോഴും ചിലതിൻ്റെ റിസൾട്ടുകളൊക്കെ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്ത് ദൈവത്തിൻ്റെ കരങ്ങൾ പ്രവർത്തിച്ചിരിക്കും. അഥവാ തിരിച്ചു പറയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങൾ അദൃശ്യമായി പിന്നിൽ പ്രവർത്തിക്കുമ്പോഴാണ് മുന്നിൽ ദൃശ്യമായ രീതിയിൽ സകലരും കാണുന്നത് പോലെ ചില റിസൾട്ടുകൾ ഉണ്ടാകുന്നത്. എത്ര പേർക്ക് വേണം? നമ്പർ 2, ഫേവർ ഫോളോസ് ഫെയ്ത്ത്ഫുൾനെസ്. ദൈവപ്രസാദം വിശ്വസ്തതയെ അനുഗമിക്കുന്നു. ഉദാഹരണത്തിന് യോസഫിൻ്റെ കാര്യത്തിൽ ജോസഫ് ഡിഡ് നോട്ട് ബിക്കം ഫെയ്ത്ത്ഫുൾ ബിക്കോസ് ഹി റിസീവ്ഡ് ഫേവർ. ഈ ദൈവത്തിൻ്റെ ഫേവർ കിട്ടിയത് കൊണ്ട് യോസഫ് വിശ്വസ്തനായി മാറുകയല്ല ചെയ്തത്. ഹി റിസീവ്ഡ് ഗ്രേറ്റർ ഫേവർ ബിക്കോസ് ഹി റിമെയിൻഡ് ഫെയ്ത്ത്ഫുൾ. താൻ വിശ്വസ്തനായി എല്ലാ ജീവിതത്തിൻ്റെ സാഹചര്യത്തിലും നിലനിന്നത് കൊണ്ടാണ് ദൈവപ്രസാദം അവൻ്റെ മേൽ വന്നത്. അപ്പോൾ ആദ്യം വരുന്ന ഏതാ? ആർക്ക് പറയാം? വിശ്വസ്തത. നാം വിശ്വസ്തരാകുമ്പോഴാണ് നമ്മുടെ മേൽ ഫേവർ വരുന്നത്. അഥവാ ഫെയ്ത്ത്ഫുൾനെസ് ഫസ്റ്റ്, ദെൻ ഫേവർ. ഗോഡ്സ് ഫേവർ ഈസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിലിജൻസ്. അതേ സമയത്ത് തന്നെ ഒരാൾക്ക് ദൈവത്തിൻ്റെ അനുകൂലതയുണ്ട് അല്ലെങ്കിൽ ദൈവപ്രസാദമുണ്ട് എന്നതുകൊണ്ട് വളരെ വളരെ അധ്വാനശീലത്തോടെ ജീവിക്കേണ്ട എന്നതിനർത്ഥമില്ല. അതും ആവശ്യമാണ്. ചിലപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വളരെ സൂക്ഷ്മതയോടുകൂടെ കാര്യക്ഷമതയോടുകൂടെ അധ്വാനിക്കേണ്ടി വരും. അതിലൊന്നും ഒരു തെറ്റുമില്ല.
It often rests upon those who honor him in ordinary responsibilities. സാധാരണ ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ചുമതലകളിലൊക്കെ വളരെ വിശ്വസ്തയോടുകൂടെ നിൽക്കുമ്പോഴാണ് അതിൻ്റെ മേലാണ് സാധാരണ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ മേലാണ് ദൈവത്തിൻ്റെ പ്രസാദം വന്ന് ഡെപ്പോസിറ്റ് ആകുന്നത്. മത്തായി 25:21 You have been faithful with a few things. ചെറിയ കാര്യങ്ങൾ പോലും നീ വിശ്വസ്തനായിരുന്നല്ലോ. ഈ ആഴ്ചയിൽ നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ച് ചിന്തിച്ച കാര്യമാണ്. സദൃശവാക്യങ്ങൾ 28:20 എ ഫെയ്ത്ത്ഫുൾ പേഴ്സൺ വിൽ ബി റിച്ച്ലി ബ്ലെസ്ഡ്. ഈ വചനങ്ങളൊക്കെ പല പ്രാവശ്യം കയറി വന്നതാണ്. ഒരു വിശ്വസ്തനായ വ്യക്തി വളരെ സമ്പന്നമായ രീതിയിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് നമ്മളിവിടെ കാണുന്നു. ഫേവർ often finds people who are already faithfully serving. പലപ്പോഴും ദൈവത്തിൻ്റെ ഫേവറിൻ്റെ പ്രത്യേകത, ദൈവത്തിൻ്റെ ഫേവർ ഇങ്ങനെ നോക്കി നടക്കും, ഭൂമി മുഴുവൻ ഇങ്ങനെ നോക്കി നടക്കുക. എവിടെയെല്ലാം വിശ്വസ്തരായി ചിലർ വർക്ക് ചെയ്യുന്നു, അയാളുടെ മേൽ വന്ന് ഈ ഫേവർ വന്ന് വസിക്കുകയാണ് ചെയ്യുന്നത്. ഫെയ്ത്ത്ഫുൾനെസ് പ്രിപ്പേഴ്സ് ദ ഗ്രൗണ്ട് വെർ ഫേവർ ഫ്ലറിഷസ്. വിശ്വസ്തതയാണ് ദൈവത്തിൻ്റെ പ്രസാദം വന്ന് വസിച്ചു വളരുവാനുള്ള നിലം അല്ലെങ്കിൽ കളം ഒരുക്കി കൊടുക്കുന്നത്. തുടക്കം വിശ്വസ്തതയിൽ നിന്നാണ്. നമ്പർ 3, ഫേവർ ഓപ്പൺസ് ഡോർസ് ദാറ്റ് എബിലിറ്റി അലോൺ കനോട്ട് ഓപ്പൺ. സ്വന്തം കഴിവ് കൊണ്ട് തുറക്കാൻ കഴിയാത്ത വാതിലുകളാണ് ദൈവപ്രസാദം നമുക്ക് വേണ്ടി തുറക്കുന്നത്. There are moments when education, experience and efforts reach their limits. ചില സമയത്ത് നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കും, നല്ല ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, ഡിഗ്രികളുടെ സർട്ടിഫിക്കറ്റുകളുടെ വലിയൊരു ഫയലുമായിട്ടാണ് നടക്കുന്നത്. അതുപോലെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതുമുണ്ട്, ഭയങ്കരമായ കഠിനാധ്വാന ശീലവുമുണ്ട്. എന്നാൽ ഇതിനെല്ലാം ഒരു ലിമിറ്റുണ്ട്, എത്തിച്ചേരാൻ കഴിയുന്നതിന് ഒരു പരിമിതിയുണ്ട്. At such moments, God's favor accomplishes that human influence cannot. എന്നാൽ മാനുഷികമായ സ്വാധീനങ്ങൾക്കോ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻസിനോ ഒന്നിനും സാധിക്കാത്ത നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ അനുകൂലത ഒരു വ്യക്തിയുടെ മേൽ വന്ന് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള ചില വാതിലുകൾ ആ വ്യക്തികൾക്ക് വേണ്ടി തുറക്കുകയാണ്. ഇത് കാണുന്ന ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി കാണുന്ന ചിലരെക്കുറിച്ച് എൻ്റെ ഉള്ളിൽ വരുന്ന ഇമ്പ്രഷൻ ഞാൻ പറയാം. ഒരുപക്ഷെ നിങ്ങളൊരു വിദേശ രാജ്യത്തായിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ ചില ജോലികൾക്ക് വേണ്ടി, ഓപ്പർച്യൂണിറ്റികൾക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ ശ്രമിക്കുകയായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു, അടുത്തൊരു ഓപ്പണിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊരു പീരീഡിലായിരിക്കാം നിങ്ങൾ. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ കറക്റ്റ് ചെയ്യാനുള്ള കറക്റ്റ് ചെയ്യുക. ദൈവത്തിൻ്റെ ഫേവർ, അനുകൂലത നിങ്ങളുടെ മേൽ ഇറങ്ങി വരുന്നതിന് തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടോ, ഇന്നതിനെ നീക്കം ചെയ്യുക. ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ എസ്തറിൻ്റെ കാര്യം എടുക്കുക. എസ്തർ വാസ് ചോസൺ എബവ് മെനി അതേഴ്സ്. അന്ന് സുന്ദരികളായ, വിശ്വസുന്ദരി പട്ടം പോലെ കിട്ടിയിട്ടുള്ള ഒത്തിരി പേർ അന്ന് അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ എസ്തറിന് ഈ പറഞ്ഞ രീതിയിലൊന്നും കാണില്ലായിരിക്കും. അവൾക്ക് അപ്പനില്ല, അമ്മയില്ല, ഒരു അങ്കിളെടുത്ത് അവളെ വളർത്തുന്നു. ഇങ്ങനെയുള്ള ഒന്നും കിട്ടാത്തൊരു പെൺകുട്ടിയുടെ മേൽ ദൈവത്തിൻ്റെ ഫേവർ വന്നപ്പോൾ അവളെയാണ് അവിടെ തിരഞ്ഞെടുത്തത്. നെഹമ്യാ റിസീവ്ഡ് എക്സ്ട്രാordinary പെർമിഷൻ ഫ്രോം ദ കിങ്. അതുപോലെ തന്നെ നെഹമ്യാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രസാദം ഇറങ്ങി വന്നപ്പോൾ രാജാവിൻ്റെ കയ്യിൽ നിന്നും അതുപോലെയുള്ള ഒരു സപ്പോർട്ട് കിട്ടി. തൻ്റെ മിഷൻ പൂർത്തിയാക്കാൻ ആവശ്യമായ എല്ലാ റെക്കമെൻഡേഷൻസും പെർമിഷൻസും റിസോഴ്സസും തനിക്ക് ലഭിച്ചു. അതിൻ്റെ വചനങ്ങളൊന്ന് കുറിച്ച് വെക്കുക. നെഹമ്യാ ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 8. നെഹമ്യാൻ്റെ പുസ്തകം 2:8. The king granted my request because the gracious hand of my God was on me. നെഹമ്യാവിൻ്റെ തന്നെ സ്വന്തം സാക്ഷ്യമാണ്. അദ്ദേഹം പറയുന്നത്, രാജാവ് എൻ്റെ അപേക്ഷകളെ കൈക്കൊണ്ടു. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ വർക്ക് ചെയ്യുകയാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ രാജാവിൻ്റെ പാനപാത്രവാഹകനാണ്. ലീവില്ല, വെക്കേഷനില്ല, അങ്ങനെ ഇങ്ങനെയൊന്നും അവിടെ നിന്ന് വിട്ടുമാറാൻ സാധ്യമല്ല. എന്നാൽ രാജാവിൻ്റെ ഹൃദയം പെട്ടെന്ന് അങ്ങ് തന്നിലേക്ക് ചായ്ഞ്ഞു. ഇതെങ്ങനെ വന്നു? ദൈവത്തിൻ്റെ പ്രസാദം നെഹമ്യാവിൻ്റെ മേൽ വന്നപ്പോൾ രാജാവെല്ലാം ചാഞ്ഞു വന്നു.
എന്നിട്ട് ദൈവകരം അവൻ്റെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും അനുകൂലമായി തീർന്നു. ഞാൻ അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ പറയാം. ദൈവത്തിൻ്റെ കരം അനുകൂലമായി വരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അനുകൂലമായി വരും. ഒന്ന് ടൈപ്പ് ചെയ്യണേ പ്ലീസ്. ദൈവകരം അനുകൂലമാകുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും അനുകൂലമാകും. ദൈവകരം അനുകൂലമായി വരുമ്പോൾ ബാക്കി സകല കാര്യങ്ങളും അനുകൂലമായി വരും. ഒന്ന് ടൈപ്പ് ചെയ്തിടുക. അപ്പോസ്തലപ്രവൃത്തികൾ 16:14, Acts 16 and verse number 14, the Lord opened Lydia's heart. ദൈവത്തിൻ്റെ കരം പെട്ടെന്ന് അനുകൂലമായപ്പോൾ ലുദിയയുടെ ഹൃദയം കർത്താവ് അങ്ങ് തുറന്നു. Revelation chapter 3 verse number 8, വെളിപാട് പുസ്തകം 3:8, I have placed before you an open door that no one can shut. ആർക്കും അടക്കാൻ കഴിയാതെ വണ്ണം ഞാനിതാ ഒരു വാതിൽ നിൻ്റെ മുമ്പിൽ തുറന്നു വച്ചിരിക്കുന്നു. ഫേവർ ഈസ് ഹെവൻസ് ഇൻഫ്ലുവൻസ് അപ്പോൺ earthly circumstances. ഭൗതികമായ സാഹചര്യങ്ങളുടെ മുകളിൽ സ്വർഗത്തിൻ്റെ സ്വാധീനം ഇറങ്ങി വരുന്നതാണ് ദൈവപ്രസാദം. വൺ ടച്ച് ഓഫ് ഗോഡ്സ് ഫേവർ അക്കംപ്ലിഷസ് വാട്ട് ഇയേഴ്സ് ഓഫ് സ്ട്രൈവിംഗ് മേ നെവർ അച്ചീവ്. അനേക സംവത്സരങ്ങളിലെ പ്രയത്നം കൊണ്ട് ഒരിക്കലും സാധിക്കാൻ കഴിയാത്തത് ദൈവത്തിൻ്റെ പ്രസാദത്തിൻ്റെ ഒരു സ്പർശനത്തിൽ സാധിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്, എ മൊമെൻ്റ് ഓഫ് ഫേവർ ഈസ് ഗ്രേറ്റർ ദാൻ എ ലൈഫ് ടൈം ഓഫ് ലേബർ. എന്ന് വെച്ചാൽ ഒരായുസ് മുഴുവൻ അധ്വാനിച്ചാൽ ലഭിക്കുന്നതിനേക്കാൾ വലുതാണ് ഒരു നിമിഷത്തേക്ക് ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ദൈവത്തിൻ്റെ പ്രസാദം. നമ്പർ 4, ഫേവർ ഈസ് ഗിവൺ സോ ദാറ്റ് ഗോഡ്സ് ഗ്ലോറി ഈസ് സീൻ. ദൈവപ്രസാദം നൽകപ്പെടുന്നത് ദൈവമഹത്വം കാണപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഗോഡ് does not bless us, or God does not release favor to make us feel comfortable. നമുക്ക് ഒരല്പം ആശ്വാസം തരാൻ വേണ്ടി അല്ല. ഇതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. God blesses us so that His name is honored. ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് ദൈവം ഇതെല്ലാം നമുക്ക് നൽകുന്നത്. When God opens doors, people should see His goodness rather than our greatness. ദൈവം ഈ വാതിലുകൾക്ക് എന്തിനു വേണ്ടി തുറക്കുന്നത്? നമ്മുടെ വലിമ കാണാൻ വേണ്ടിയിട്ടല്ല, ദൈവത്തിൻ്റെ നന്മ കാണാൻ വേണ്ടിയിട്ടാണ്. 2 Corinthians 9:8, God is able to bless you abundantly for every good work. സകല സൽപ്രവൃത്തികളിലും നിങ്ങൾ വർദ്ധിച്ചു വരേണ്ടതിന് ദൈവം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ശക്തനാണ്. മത്തായി 5:16 വായിച്ച് നോക്കാം. ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ ബിഫോർ അതേഴ്സ് ദാറ്റ് ദേ മേ ഗ്ലോറിഫൈ യുവർ ഫാദർ. നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ ഇടയിൽ പ്രകാശിക്കട്ടെ. എന്തിനു വേണ്ടി? അവർ സകലരും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന്. 90-ാം സങ്കീർത്തനം 17-ാമത്തെ വചനം, Psalm 90 verse number 19, may the favor of the Lord our God rest on us, establish the work of our hands. അവിടെ പറയുന്നത് ഞങ്ങളുടെ കരങ്ങളുടെ പ്രവൃത്തിയെ സ്ഥാപിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പ്രസാദം അഥവാ ദൈവത്തിൻ്റെ അനുകൂലത ഞങ്ങളുടെ മേൽ വസിക്കട്ടെ. ഇന്ന് ദൈവത്തിൻ്റെ ഈ ഫേവറിനെ കുറിച്ചുള്ള വചനം നിങ്ങൾ കേട്ടു. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ഫേവർ സ്വീകരിക്കുവാൻ പറ്റിയ രീതിയിലുള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിങ്ങളുടെ ശുശ്രൂഷയിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ ബന്ധങ്ങളിൽ, നിങ്ങൾ ചെയ്യുവാൻ ചുമതലപ്പെട്ട ഓരോ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഫേവർ വന്നങ്ങ് റെസ്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് ജോലി സ്ഥലത്ത്. എനിബഡി ഇൻട്രസ്റ്റഡ്? ശരിക്കും ഫേവർ നിങ്ങൾക്ക് വേണം, ദൈവത്തിൻ്റെ അനുകൂലത വേണം എന്ന് ഉള്ളിൽ തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ഇപ്പോൾ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക, ഐ ആം ഇൻട്രസ്റ്റഡ്. എനിക്ക് ദൈവത്തിൻ്റെ പ്രസാദം വേണം. ടൈപ്പ് ചെയ്യുക, ഇപ്പോൾ ടൈപ്പ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. വേണം, എനിക്ക് ദൈവത്തിൻ്റെ പ്രസാദം, അനുകൂലത വേണമെന്ന് പറയുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ അത് വെളിപ്പെടട്ടെ. ഈ ദിവസങ്ങളിൽ അനേക വർഷങ്ങളായി പെൻഡിങ്ങിൽ കിടക്കുന്നത്, ജീവിതത്തെ കെട്ടിവച്ചിരിക്കുന്നത് പോലെ, സ്റ്റക്കായിരിക്കുന്നത് പോലെ, കന്മതിലിൽ ഇടിച്ചു നിൽക്കുന്നത് പോലെ, ഒരിഞ്ച് പോലും മുന്നിലേക്ക് പോകാതെ
അതുപോലെ തന്നെ ആക്കി വച്ചിരിക്കുന്ന സകലവും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ജനങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ സമയത്ത് കൈകൾ ഇങ്ങോട്ട് നീട്ടിപ്പിടിക്കുക. നിങ്ങൾക്കൊരു രോഗസൗഖ്യം ആവശ്യമുണ്ടെങ്കിൽ, ഒരു അത്ഭുതം ആവശ്യമുണ്ടെങ്കിൽ, ഒരു ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ആവശ്യമുണ്ടെങ്കിൽ, ഇത് തരാൻ കർത്താവ് ശക്തനാണ്. നമ്മുടെ എല്ലാ ആവശ്യത്തിനും അവനേ ഉള്ളൂ. കർത്താവ് ഈ കൈ നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു. മക്കളെ ഓർത്ത് ദുഃഖിക്കുന്ന ചിലത് കാണുന്നുണ്ട്. ആ ദുഃഖം മാറുന്ന രീതിയിൽ കർത്താവ് പ്രവർത്തിക്കും. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അതുപോലെ രോഗികളായി യൂട്രസ് സംബന്ധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, നിങ്ങൾക്കവിടെ കൈവെക്കാം. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഫേവർ ആ ദമ്പതികളുടെ മേൽ വന്ന് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസം നിലച്ചു പോയവർ യേശുവിൻ്റെ നാമത്തിൽ അതിൽ നിന്ന് വ്യത്യാസമുണ്ടാകട്ടെ. അങ്ങയുടെ നാമത്തിൽ വലിയ ബ്രേക്ക് ത്രൂ കൽപ്പിക്കുന്നതിനായി നന്ദി പറയുന്നു. എല്ലാ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഈ വീഡിയോ കണ്ട ശേഷം ഇതിനൊരു ലൈക്ക് കൊടുക്കുക. എന്തിനാണെന്ന് ചോദിച്ചാൽ ദൈവവചനത്തിനാണ് ലൈക്ക് കൊടുക്കുന്നത്, യേശുവിനാണ് ലൈക്ക് കൊടുക്കുന്നത്. എന്നുള്ള യൂട്യൂബ് ഇതിനെ പ്രൊമോട്ട് ചെയ്യും. ഒത്തിരി പേരുടെ അടുക്കിലേക്ക് എത്താൻ ഇത് മുഖാന്തരയാകും. നിങ്ങൾ ഫുൾ നോട്ട്സ് ചെയ്തവർ ടൈപ്പ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ ഇട്ട് കൊടുക്കുക. കൂടാതെ ലിങ്കുകൾ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക. നാളെ സൺഡേ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ബ്ലെസ്സിങ് ടുഡേ സഭകൾ പല സ്ഥലങ്ങളിലുണ്ട്. വെബ്സൈറ്റിൽ സെർച്ച് ചെയ്താൽ ലൊക്കേഷൻസ് കിട്ടും, അവിടേക്ക് വരിക. അതുപോലെ മൺഡേ മോർണിംഗ് നമുക്ക് വീണ്ടും ഈ മോർണിംഗ് ഗ്ലോറിയിലൂടെ കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.